നമസ്കാരം. കുട്ടികളിലെ മാനസിക ആരോഗ്യ പ്രശ്നം അത് വലിയ തോതിൽ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. പ്രത്യേകിച്ച് ഓൺലൈൻ ഗെയിമിങ്ങിനെല്ലാം അവർ അടിമപ്പെടുന്നു. അത് അവരുടെ തന്നെ മരണത്തിലേക്ക് നയിക്കുന്നു. പ്രത്യേകിച്ച് ബ്ലൂ വെയിൽ പോലുള്ള ഗെയിമെല്ലാം നിരന്തരമായി അതിനെയെല്ലാം ഫോളോ ചെയ്തുകൊണ്ട് അവസാനം ആത്മഹത്യയെ അഭയം പ്രാപിക്കേണ്ട സ്ഥിതിയിലേക്ക് ഏറ്റവും ഒടുവിൽ ആക്നൽ കൊച്ചിയിൽ മരണപ്പെട്ട കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോഴും നടക്കുകയാണ്. എങ്കിൽ പോലും അതിൻ്റെ ഓൺലൈൻ ചതിക്കുഴികളെക്കുറിച്ചുള്ള വിവരങ്ങൾ തന്നെയാണ് കുട്ടിയുടെ ബന്ധുക്കളും ഒപ്പം തന്നെ മാതാപിതാക്കളും എല്ലാം തന്നെ പുറത്ത് പറയുകയും ചെയ്യുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കുട്ടികളുടെ മാനസിക ആരോഗ്യം ഒപ്പം തന്നെ ഈ ഓൺലൈൻ ഗെയിമുകൾക്ക് അടിമപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷം, അതിൽ നിന്ന് എങ്ങനെ അവരെ മാറ്റിയെടുക്കാം എന്ന കാര്യങ്ങളെല്ലാം നമ്മളോട് പങ്കുവയ്ക്കുന്നതിന് വേണ്ടി പ്രശസ്ത മാനസികാരോഗ്യ വിദഗ്ധനായ ഡോക്ടർ CJ ജോൺ ആണ് നമ്മളോടൊപ്പം ഉള്ളത്. കൃത്യമായി തന്നെ അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ കഴിയുകയും ചെയ്യും. സ്വാഗതം ജോൺ സാർ. നമസ്കാരം സാർ. ഈ കുട്ടികളുടെ മാനസിക പ്രശ്നങ്ങൾ വലിയ തോതിൽ വർദ്ധിച്ചു വരുന്ന ഒരു കണക്കുകളാണ്, അത്തരത്തിൽ തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ ഓൺലൈൻ ഗെയിമുകൾക്ക് കുട്ടികൾ അടിമപ്പെടുന്നു എന്നതാണ്. കാരണം രക്ഷാകർത്താക്കൾക്ക് പോലും അവരുടെ മേലുള്ള ഒരു നിയന്ത്രണം നഷ്ടപ്പെടുന്നു. കുട്ടികൾ എന്തെല്ലാം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ അവർ അടച്ചിട്ട മുറികളിൽ അത്തരം സാഹചര്യങ്ങളിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. എന്തുകൊണ്ടാണ് സാർ ഈ കുട്ടികൾ ഇത്തരത്തിൽ ഈ ഓൺലൈൻ ഗെയിമുകൾക്ക് വലിയ തോതിൽ ഈ ഒരു കാലത്ത് അടിമപ്പെട്ടു പോകുന്നത്? പുതിയ കാലത്തെ കുട്ടികളെ നമ്മൾ പകുതി തമാശയ്ക്കും പകുതി കാര്യമായിട്ടും പറയുന്നത് ഗ്ലോ ജനറേഷൻ എന്നാണ്. ഈ ഗ്ലോ ജനറേഷൻ എന്ന് പറയുന്നത് ഉള്ളിലെ തിളക്കമല്ല. പുതിയ കാലഘട്ടത്തിലെ മൊബൈൽ ഫോൺ അവരുടെ കൈപ്പിടിയിൽ ഒതുക്കി അതിൽ നോക്കുമ്പം അതിൽ നിന്ന് പ്രസരിക്കുന്ന വെളിച്ചം കൊണ്ട് മുഖത്തുണ്ടാകുന്ന തെളിച്ചമാണ്. പല കുട്ടികൾക്കും ഒരു 2 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ മാതാപിതാക്കൾ ഒരു ബേബി സിറ്ററായിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കാണാം. കരയുന്ന കുട്ടിയുടെ കയ്യിലേക്ക് നീ ഇത് പിടിച്ചോളൂ, നീ ഇത് ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് കുട്ടിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നതായിട്ട് കാണാം. ഈ കുട്ടികൾ ഈ മൊബൈൽ ഫോണുമായിട്ട് നന്നേ ചെറുപ്പത്തിൽ ശൈശവത്തിൽ തന്നെ പരിചയിച്ച് വളർന്നവരാണ്. രസകരമായിട്ടുള്ളൊരു വിശേഷണമുണ്ട്. ഇവരെല്ലാം ഡിജിറ്റൽ നേറ്റീവ്സാന്ന് പറയും. ഡിജിറ്റൽ ലോകത്തേക്ക് പറന്നു വീണിട്ടുള്ള കുട്ടികളാണ് ഇന്നത്തെ കുട്ടികളെന്ന് പറയും. അമ്മ കുട്ടിയെ മുലയൂട്ടുമ്പോൾ പോലും ആ പ്രായത്തിലുള്ള കുട്ടി പോലും കാണുന്നത് അമ്മ ആവേശത്തോടെ മൊബൈൽ ഒരുപക്ഷെ റീല് കാണുമായിരിക്കും. അപ്പം അത്രയേറെ ചെറിയ കുട്ടിക്ക് പോലും ഈ സ്ക്രീനുമായിട്ടുള്ള ബന്ധം ഉണ്ടാവുന്നുണ്ട്. സ്ക്രീനുമായിട്ടുള്ള ബന്ധം എന്ന് പറയുമ്പം അമ്മ വാത്സല്യത്തോടെ മുലയൂട്ടുമ്പം കുട്ടിയെ നോക്കാതെ അമ്മയുടെ ശ്രദ്ധ റീലിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ആ പരിഗണനയുടെ അല്ലെങ്കിൽ ഒരു വാത്സല്യത്തിൻ്റെ സമയം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗൗരവം കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഇത്രയേറെ ആകൃഷ്ടരായി കൈകാര്യം ചെയ്യുന്ന സംഗതി എന്ത് എന്ന് ആ കൊച്ചു തലച്ചോറിൽ തന്നെ പതിയുകയാണ്. അപ്പോൾ ഈ തരം ഗാഡ്ജറ്റുകൾ വളരെ ചെറുപ്പത്തിലേ ലഭ്യമാകുന്നു എന്നുള്ളത് സത്യമാണ്. എന്നാൽ പല മാതാപിതാക്കളും കുട്ടികളുടെ ഈ സ്ക്രീൻ ഉപയോഗത്തെക്കുറിച്ച് വേവലാതിപ്പെടാൻ തുടങ്ങുന്നത് 8 വയസ്സ് 9 വയസ്സൊക്കെ ആകുമ്പോഴാണ്. ടീനേജിലൊക്കെ എത്തുമ്പോഴേക്കും അവരുടെ പഠിപ്പിനെ ബാധിക്കാൻ തുടങ്ങുന്നു. അവരുടെ പെരുമാറ്റത്തിൽ പ്രശ്നങ്ങൾ വരുന്നു. ഈ കുട്ടികൾ സാമൂഹികവൽക്കരണത്തിനായിട്ട് ഇറങ്ങി വരുന്നില്ല. വീട്ടിലാരെങ്കിലും വരാൻ കഴിഞ്ഞാൽ മിണ്ടാൻ വരുന്നില്ല. മുറിയിലടച്ചിരുന്ന് ഈ മൊബൈലുമായിട്ട് സല്ലപിക്കുകയാണ്, സ്ക്രീനിൽ സല്ലപിക്കുകയാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങുമ്പോഴാണ് ഇത് ശരിയല്ല എന്ന് അവർക്ക് തോന്നുകയും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുന്നത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മൊബൈൽ എന്ന് പറയുന്നത് വളരെയേറെ ആവേശം നൽകുന്ന ഒരു ഉപകരണം തന്നെയാണ്. കാരണം അതുവഴി എവിടെയെല്ലാം ചെന്ന് വിടാം. ഓൺലൈനിൽ ഗെയിമുണ്ട്, ചാറ്റ് ചെയ്യാം. എന്തിന് പള്ളിക്കൂടങ്ങൾ പോലും അവരുടേതായിട്ടുള്ള ഹോംവർക്കിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അടുത്ത ദിവസം ക്ലാസ് ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ വാട്സാപ്പിലൊക്കെയാണ് അതിനെക്കുറിച്ചുള്ള അറിയിപ്പുകൾ വരുന്നത്. അപ്പോൾ എല്ലാ രീതിയിലും ഇലക്ട്രോണിക് സ്ക്രീനുമായിട്ട് ബന്ധമുള്ള കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ക്രീനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കുട്ടിയുടെ മനോവികാസത്തിനെ പരിമിതപ്പെടുത്തുന്ന ഒരുപാട് ഉല്ലാസ കാര്യങ്ങൾ അവരെ കൂടുതലായി ആകർഷിക്കുകയും പല കുട്ടികളും അതിന് അടിമപ്പെടുകയും ചെയ്യുന്നു. അതിലൊന്നാന്തരം ഒരു ഉദാഹരണമാണ്
ഓൺലൈൻ ഗെയിമിംഗ്. ഇപ്പോൾ സാറ് പറഞ്ഞ പുറത്തിപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ തന്നെ കുട്ടികൾ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ, ചെറിയ കുട്ടികൾ വലിയ ബഹളം ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ അവർ മറ്റെന്തെങ്കിലും കുരുത്തക്കേടുകളിലേക്ക് പോകുമ്പോൾ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഫോൺ എടുത്ത് വെച്ചിട്ട് ആ സമയത്തൊക്കെ എടുത്ത് കാണിക്കാൻ കൊടുക്കുന്നത് ചിലപ്പോൾ കുട്ടികൾക്ക് കാണാവുന്ന എന്തെങ്കിലും ഗെയിമുകൾ ആയിരിക്കും, അവർക്ക് താല്പര്യമുള്ള കാർട്ടൂണുകളൊക്കെ ആയിരിക്കും കാണിക്കുക. അപ്പോൾ കുറേ നേരം അതിൻ്റെ മുന്നിലേക്ക് ഇരിക്കും. പിന്നീട് ആ കാർട്ടൂണുകൾ പോലും അല്ലാതെ ഇപ്പം മറ്റേ റീൽസുകൾ പോലും കുട്ടികളെ കാണിച്ചുകൊണ്ട് അവരെ അടക്കിയിരുത്തുന്നു, അല്ലെ അതോടുകൂടി അവരൊരു മൂലക്കേക്ക് അടങ്ങിയിരിക്കുന്നു. മറ്റെന്ത് മാർഗ്ഗങ്ങളും അടക്കിയിരുത്താനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുമ്പോൾ അറ്റ കൈ എന്ന നിലയിൽ ഈ ഫോണ് കയ്യിൽ കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് ആ കുട്ടികളാണ് പിന്നീട് സാർ പറഞ്ഞ പോലെ 7-8 വയസ്സാകുമ്പോഴാണ് രക്ഷാകർത്താക്കൾ പിന്നീട് ഒരു ആലോചനയിലേക്ക് വീണ്ടും വിചാരത്തിലേക്ക് പോകുന്നത്, അവരെ ഇനി കൈപ്പിടിയിലേക്ക് തിരികെ കിട്ടില്ല എന്നൊരു സാഹചര്യത്തിലേക്ക്. ഈ 8 വയസ്സൊക്കെ കഴിയുന്നതോടുകൂടി കുട്ടികളെ അടിമപ്പെട്ടു പോയാൽ അത് എത്രമാത്രം ആ ഒരു ഡീപ്പിലേക്കാണ് പോവുക സാർ, അതിൻ്റെ ഒരു ഇതൊന്ന് വിശദീകരിക്കുമ്പോൾ? ഇൻ്റർനെറ്റ് ഗെയിമിംഗ് ഡിസോർഡർ എന്ന് പറയുന്നത് ഒരു മാനസികാരോഗ്യ പ്രശ്നം തന്നെയാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് നിയന്ത്രിക്കാൻ പറ്റില്ല. ഇപ്പോൾ 8 വയസ്സ്, 9 വയസ്സ്, അല്ലെങ്കിൽ ഒരു 13 വയസ്സ്, അല്ലെങ്കിൽ സ്കൂൾ കാലഘട്ടം എന്ന് പറയുമ്പോൾ ഗണ്യമായിട്ടുള്ള സമയം പഠനത്തിന് കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റ് സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളിലും നൽകേണ്ടതുണ്ട്. പേശി ഇളകിയുള്ള കളികൾക്ക് കൊടുക്കേണ്ടതുണ്ട്. സത്യത്തിലൊരു ബാലൻസ്ഡ് ആക്ടിവിറ്റി വേണ്ട ഒരു പ്രായമാണ്. നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്, പാല് ബാലൻസ്ഡ് ഡയറ്റാന്ന് പറയും. അതുപോലെ തന്നെ നിർമ്മിതിയിലിരിക്കുന്ന തലച്ചോറ്, ശൈശവം, ബാല്യം, കൗമാരം എന്നൊക്കെ പറയുന്ന കാലഘട്ടത്തിൽ അവരുടെ തലച്ചോറ് നിർമ്മിതിയിലിരിക്കുന്ന കാലഘട്ടമാണ്, ബ്രെയിൻ അണ്ടർ കൺസ്ട്രക്ഷനാണ്. ആ ബ്രെയിൻ അണ്ടർ കൺസ്ട്രക്ഷനെ പരിപോഷിപ്പിക്കണമെങ്കിൽ, നിർമ്മിതിയിലിരിക്കുന്ന തലച്ചോറിനെ പരിപോഷിപ്പിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള പ്രവർത്തനം പോരാ, പലതരത്തിലുള്ള പ്രവർത്തനം വേണം. ഈ പലതരത്തിലുള്ള വൈവിധ്യമാർന്ന അനുഭവങ്ങളും പ്രവർത്തനങ്ങളും അനിവാര്യമായി വേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് കുട്ടികൾ ഇതിലേക്ക് ചുരുങ്ങി പോവുകയാണ് ചെയ്യുന്നത്, സ്ക്രീനിലേക്ക് ചുരുങ്ങി പോവുകയാണ് ചെയ്യുന്നത്. സ്ക്രീനെ സംബന്ധിച്ചിടത്തോളം, ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ എക്സൈറ്റിംഗ് ആണ്. അതിൻ്റെ വർണ്ണങ്ങൾ, അതിൻ്റെ വേഗത, അത് നൽകുന്ന ഹരം, ഇതെല്ലാം വളരെ വളരെ ആകർഷിക്കും. അത് ബ്രെയിനിലുള്ള പ്ലഷർ സർക്യൂട്ട്സിനെ ഭ്രമിപ്പിക്കും, ഡോപ്പമിൻ എന്നുള്ള ആ രാസപദാർത്ഥത്തിനെ എല്ലാം കബളിപ്പിക്കും. ഈ തരത്തിലുള്ള സ്വാധീനം വരുമ്പം ഒരിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രസത്തിൻ്റെ പിറകെ പോയി അത് വീണ്ടും വീണ്ടും ഉപയോഗിക്കണം എന്നുള്ളൊരു ആവേശം വരും. പലപ്പോഴും ഇത് രക്ഷാകർത്താക്കൾ ശ്രദ്ധിക്കണമെന്ന് പോലുമില്ല. രക്ഷാകർത്താക്കളുടെ ഒരു അശ്രദ്ധ അല്ലെങ്കിൽ അലംഭാവം ഇക്കാര്യത്തിൽ വലിയ തോതിൽ ഉണ്ടാകുന്നുണ്ട്. പണ്ട് കുട്ടികളെ കളിക്കാൻ പുറത്തേക്ക് പോകും, നാട്ടുമ്പുറങ്ങളിലൊക്കെ ആണെങ്കിൽ ഫുട്ബോളും മറ്റുമൊക്കെ ആയിട്ട് കുട്ടികൾ ഒരു മിങ്കിൾ ചെയ്ത് പോകുന്ന ഒരു സമയത്ത് നിന്ന് വ്യത്യസ്തമായി അവർ അടച്ചിട്ട മുറികളിൽ കുറേ സമയം ചെലവഴിക്കുന്നു, ഡോർ അടച്ചിട്ട് അകത്തിരിക്കുന്നു. ആ സമയത്ത് പോലും അവരുടെ ഒരു ശ്രദ്ധ അങ്ങോട്ടേക്ക് പോകുന്നില്ല. എന്താണ് നോക്കുന്നത് എന്ന് ഇടയ്ക്കെങ്കിലും പോയിട്ട് ആ കാണുന്ന വീഡിയോ എന്താണ് എന്ന് ശ്രദ്ധിക്കാൻ പോലും തയ്യാറാകാത്ത, അല്ലെങ്കിൽ അത്തരം തിരക്കുകളിലേക്ക് പോകുന്ന ഒരു പുതിയ അണുകുടുംബ വ്യവസ്ഥ തന്നെയല്ലേ ഇത്തരം ഒരു? അല്ല, ഒരു കുട്ടിയുടെ മാനസിക വളർച്ചയ്ക്ക് മാതാപിതാക്കൾ ക്വാളിറ്റി ടൈം കൊടുത്തേ പറ്റൂ. കുട്ടിയെ മനസ്സിലാക്കണം, കുട്ടി എന്താ ചെയ്യണമെന്ന് മനസ്സിലാക്കണം, കുട്ടികൾക്ക് അനിവാര്യം വേണ്ടിയിട്ടുള്ള അനുഭവങ്ങൾ ഒരുക്കി കൊടുക്കണം, ഇതൊക്കെ ചെയ്യണം. ഇത് വളരെ എളുപ്പമാണ്. കുട്ടി മറ്റൊരു രീതിയിലും നമുക്ക് ശല്യം ചെയ്യുന്നില്ല. അവർ സ്വയമേ എൻഗേജ്ഡ് ആയിട്ടിരിക്കും. അങ്ങനെ സ്വയമേ എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് അപായ സൂചന വരുന്നത് പഠിത്തത്തിൽ പുറകോട്ട് പോകുമ്പോഴാണ്. അതുമല്ലെങ്കിൽ ഇവൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് സ്ക്രീൻ ഒന്ന് പിടിച്ച് വാങ്ങാം എന്ന് ചെല്ലുമ്പം അവൻ കാണിക്കുന്ന കോപത്തിൽ നിന്നാണ്, അതുമല്ലെങ്കിൽ വയലൻസിൽ നിന്നാണ്, അതുമല്ലെങ്കിൽ അവൻ്റെ പ്രകൃതത്തിൽ തീരെ മനുഷ്യപ്പറ്റില്ലാത്ത രീതിയിലുള്ള ചില സ്വഭാവ രീതികൾ കാണുമ്പോഴാണ്. ഇതൊക്കെ കാണുമ്പോഴാണ് പെട്ടെന്ന് മാതാപിതാക്കൾ ഇതെന്തോ കുഴപ്പമാണല്ലോ എന്നുള്ള ഒരു ചിന്ത വരുന്നത്. അങ്ങനെ അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് ഇവൻ പഠിക്കുകയല്ല ചെയ്യുന്നത്, ഇവൻ പഠിക്കുകയാണ് എന്നുള്ള ഒരു ന്യായത്തിൽ ഇരുന്ന് കൂടുതൽ സമയവും ഈ മൊബൈൽ സ്ക്രീനിലാണ് 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൽ ഹരമായി കഴിഞ്ഞു എന്നുള്ളതെല്ലാം തിരിച്ചറിയുന്നത്. അപ്പോൾ ഈ കുട്ടിക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റില്ല. കാരണം കുട്ടിയുടെ അതിന് അടിമപ്പെട്ടു പോയി കഴിഞ്ഞാൽ കുട്ടിക്ക് സ്വയം നിയന്ത്രിക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, ഇൻ്റർനെറ്റ് ഈ ഗെയിമിംഗ് ഡിസോർഡറിലുള്ള ഒരു മറ്റു സവിശേഷ ഘടകം എന്ന് പറയുന്നത് കുട്ടിയുടേതായിട്ടുള്ള പല പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളിൽ നിന്നും അതിൻ്റെ മുൻഗണന പോയിട്ട് മുൻഗണന ഈ ഗെയിം കളിക്കലായി, അതിനു വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്തലായി.
ആരെങ്കിലും അതിന് തടസ്സം വെച്ച് കഴിഞ്ഞാൽ കോപമായി. അപ്പം മദ്യത്തിന് അടിമപ്പെട്ട ഒരാൾ മദ്യം കിട്ടാതെ വരുമ്പം വിഡ്രോവൽ സിംറ്റംസ് വരുന്ന പോലെ തന്നെ അത് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുമ്പോഴേക്കും ഒരു ഘട്ടം കഴിയുമ്പോഴേക്കും അവൻ കോപാകുലനാവും, അക്രമാസക്തനാവും, ബഹളങ്ങൾ കാണിക്കാൻ തുടങ്ങും. ചിലപ്പോൾ എനിക്കിത് തന്നില്ലെങ്കിൽ ഞാൻ മരിച്ചു കളയും എന്നുള്ള ഭീഷണി മുഴക്കും. ചില സന്ദർഭങ്ങളിൽ മാതാപിതാക്കളെ വരുതിക്ക് വരുത്താൻ വേണ്ടിയിട്ട് ആത്മഹത്യയുടേതായിട്ടുള്ള ചില ചേഷ്ടകൾ കാണിക്കും. ചിലപ്പോൾ കുട്ടികൾ അതിൽ പെട്ടും പോകും. അതായത് ഈ ലഹരി എങ്ങനെയാണോ ആളുകളെ അടിമപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ കുട്ടികളെ ചെറുപ്പക്കാരെ അടക്കം രാസലഹരിയിലേക്കൊക്കെ അടിമപ്പെട്ട് കഴിഞ്ഞാൽ എന്താണോ ചെയ്യുന്നത്, ഏകദേശം അതിന് സമാനമായ രീതിയിലുള്ള ഒരു പ്രതികരണത്തിലേക്ക് തന്നെയാണ് കുട്ടികൾ ഇത്തരം സാഹചര്യങ്ങളിൽ ഈ ഓൺലൈൻ ഗെയിമുകൾക്ക് അടിമപ്പെട്ടാലും നടത്തുന്നത് എന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? തീർച്ചയായിട്ടും. കാരണം മറ്റതിലൊരു പദാർത്ഥമുണ്ട്. മദ്യമാകാം, അല്ലെങ്കിൽ ഈ പുതിയ കാലത്തുള്ള രാസലഹരികളാവാം, അല്ലെങ്കിൽ കഞ്ചാവാവാം. അതിലൊരു പദാർത്ഥമുണ്ട്. ഇതിലൊരു പദാർത്ഥമില്ല. ഒരു ബിഹേവിയറിനോടാണ്, ഒരു പെരുമാറ്റത്തിനോടാണ് അടിമപ്പെട്ടു പോകുന്നത്. അത് സ്ക്രീൻ അഡിക്ഷനാണ്, അതല്ലെങ്കിൽ ഗെയിമാണ്. അതുപോലുള്ളൊരു പെരുമാറ്റത്തിനോടാണ് അടിമപ്പെട്ടു പോകുന്നത്. അപ്പോൾ അതിന് സമാനമായിട്ടുള്ള എല്ലാ പ്രക്രിയകളും തലച്ചോറിൽ നടക്കുന്നുണ്ട്. ഒരു രാസപദാർത്ഥത്തിന് അടിമപ്പെടുമ്പം ആ രാസപദാർത്ഥത്തിൻ്റെ പ്രത്യേകത കൊണ്ട് തലച്ചോറിലുണ്ടാകുന്ന സ്വാധീനം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഈ അടിമപ്പെടലിന് പ്ലഷർ സർക്യൂട്ടിൽ വരുത്തുന്ന ഭ്രമാത്മകമായിട്ടുള്ള വ്യത്യാസങ്ങളെല്ലാം തലച്ചോറിലുണ്ടാകുന്നുണ്ട്. അത് നിർമ്മിതിയിലിരിക്കുന്ന തലച്ചോറിലാണ്, കൊച്ചു തലച്ചോറിലാണ്. അതുകൊണ്ട് ഒരു മുതിർന്ന ആൾക്കുണ്ടാവുന്ന അത്ര നിയന്ത്രണങ്ങളോ വീണ്ടുവിചാരങ്ങളോ ഒന്നും കുട്ടികൾക്ക് ഉണ്ടാവണമെന്നില്ല. അവരതിൻ്റെ സുഖാനുഭൂതിയിൽ, അത് നൽകുന്ന രസത്തിൽ, അതിൻ്റെ പിറകെ അവരങ്ങ് ഓടിപ്പോവുകയാണ്. അത് ഒരു ഡിജിറ്റൽ സംസ്കാരം വീട്ടിലുണ്ടായില്ല എങ്കിൽ പല കുട്ടികളും ഇതിന് പെട്ടുപോകും. ഇപ്പോൾ ഒരു വീട്ടിൽ എത്ര ഫോണാണുള്ളത്? അച്ഛനുണ്ട്, അമ്മയ്ക്കുണ്ട്, കുട്ടികൾക്കുമുണ്ട്. അങ്ങനെ നിരവധി ഫോണുകൾ ഒരു വീട്ടിൽ ലഭ്യമായിട്ടുള്ളൊരു സാമൂഹിക കാലാവസ്ഥയിലാണ് കേരളം പോലുള്ളൊരു സംസ്ഥാനം നിലനിൽക്കുന്നത്. എല്ലാവരുടെ കയ്യിലും ഏറ്റവും മുന്തിയ തരത്തിലുള്ള സ്മാർട്ട് ഫോണുകളുമാണ്. എനിക്ക് തോന്നുന്നു കോവിഡ് കാലത്ത് ഓൺലൈൻ പഠനം വ്യാപകമായ സമയത്ത് ഈ ഓൺലൈൻ ലഭ്യതയുള്ള ഫോണുകൾ ധാരാളമായിട്ട് പ്രചാരത്തിൽ വരികയും അത് കുട്ടികൾ വിലക്കുകളില്ലാതെ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് സാർ പറഞ്ഞത്. കണക്കുകൾ ഇപ്പോൾ പുറത്തു വരുന്നതനുസരിച്ചാണെങ്കിലും ഈ കോവിഡ് കാലത്താണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഈ ഫോണുകളിലേക്ക് മാറിയത്. അത് ഈ ഓൺലൈൻ ക്ലാസ്സുകൾക്ക് അത് ഉപകാരപ്പെട്ടുവെങ്കിലും ഓൺലൈൻ ക്ലാസ്സുകളിൽ നിന്ന് മാറി മറ്റു സമയങ്ങളിൽ ഇത്തരത്തിൽ ഫോണുകളിലേക്ക് ആ ഒരു വലിയ കാലയളവ് മുഴുവൻ അവർ അടിമപ്പെട്ടു വന്നൊരു സാഹചര്യം തന്നെ വന്നു. ഇതിലൊരു വേർതിരിവ് വരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൊബൈൽ ഫോൺ വളരെയധികം പ്രയോജനമുള്ളൊരു കാര്യം തന്നെയാണ്. പഠനത്തിന് ഉപകരിക്കും, അല്ലെങ്കിൽ പുതിയ അറിവുകൾ കണ്ടെത്താൻ ഉപയോഗിക്കും. പക്ഷേ ഉല്ലാസത്തിനായിട്ട് ഒരു റിക്രിയേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് ഈ മൊബൈൽ ഫോൺ എത്ര കണ്ട് ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ളൊരു നിയമം വീടുകൾക്ക് അനുശാസിക്കാൻ പറ്റിയില്ല എന്നുള്ളിടത്താണ് കുട്ടികൾ ഇതിൽ പെട്ടുപോകുന്നത്. ഇതിനെക്കുറിച്ചിട്ടൊക്കെ അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് ഒക്കെ വളരെ കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. 2 വയസ്സിൽ താഴെയുള്ളൊരു കുട്ടി സ്ക്രീൻ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഭംഗി. അവർക്ക് ഇലക്ട്രോണിക് സ്ക്രീൻ കൊടുക്കാൻ പാടില്ല. പക്ഷെ നമ്മുടെ മാതാപിതാക്കൾ ബേബി സിറ്ററായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ തന്നെ അവരുടെ മനസ്സിലേക്ക് ഇംപ്രിൻറ്റഡ് ആവുകയാണ് ഇതിൻ്റെ ഉപയോഗം. അതിന് മുകളിലുള്ള പ്രായത്തിലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പരമാവധി ഉപയോഗിക്കാവുന്നത് 30 മിനിറ്റ് തൊട്ട് 1 മണിക്കൂർ വരെയാണ് റിക്രിയേഷണൽ പർപ്പസിൽ, ഉല്ലാസങ്ങൾക്ക് വേണ്ടിയിട്ട്, ഗെയിമിങ് അതുപോലുള്ള തമാശകൾക്കും ഒക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഉപയോഗിക്കാൻ പാടില്ല. സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ പരമാവധി 2 മണിക്കൂർ എന്നാണ് പറയുന്നത്. ഒരുപാട് കുട്ടികൾ അതിനൊക്കെ അപ്പുറം ഉപയോഗിക്കുന്നുണ്ട്. അത് മാത്രമല്ല, കുട്ടികളെ സ്ക്രീൻ കൊടുക്കുമ്പം കൃത്യമായിട്ട് മാതാപിതാക്കൾ ഉറപ്പുവരുത്തേണ്ട മറ്റൊരു കാര്യമുണ്ട്. കുട്ടികൾക്ക് മറ്റനുഭവങ്ങളിലൂടെ ഉല്ലാസം കിട്ടാനുള്ള സൗകര്യങ്ങളുണ്ടാവണം. കുട്ടികൾ കളിക്കണം, പുറത്തു പോയിട്ട് കളിക്കണം, ആളുകളുമായിട്ട് ഇടപഴകണം, വർത്തമാനം പറയണം, കഥ കേൾക്കണം, വരയ്ക്കണം, പാട്ട് പാടണം, അവരുടെ മറ്റഭിരുചികൾ എന്ത് എന്നുള്ളതെല്ലാം അത് പരിപോഷിപ്പിക്കണം. ആ തരത്തിലുള്ള വ്യത്യസ്ത അനുഭവങ്ങൾ കൂടിയുള്ളൊരു പാക്കേജ് ആയിരിക്കണം ഈ റിക്രിയേഷൻ എന്ന് പറയുന്നത്. ആ വ്യത്യസ്ത അനുഭവങ്ങളുടെ ഒരു പാക്കേജ് നൽകാതെ ഉള്ള സമയം മുഴുവൻ നീ മൊബൈലിൽ ഗെയിം കളിച്ചോളൂ, അല്ലെങ്കിൽ മൊബൈൽ കളിച്ചോളൂ എന്ന് പറയുന്നിടത്ത് അതിൽ തന്നെ കുട്ടിയുടെ വ്യക്തിത്വ വികാസം തകരാറിലാവുകയാണ് ചെയ്യുന്നത്. സാറേ, ഇതിപ്പോൾ ഇത്തരത്തിൽ കുട്ടികൾ പലരും നമ്മളെ മാനസികാരോഗ്യ പ്രശ്നങ്ങളുമായിട്ട് ഡോക്ടറുടെ അടുത്തും ഒരുപാട് പേര് വരുന്നുണ്ടാവും. ഇത്തരത്തിൽ വലിയ തോതിൽ അതിന് അടിമപ്പെട്ടു പോയാൽ എത്രമാത്രമാണ് അവരെ തിരിച്ച് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഇതിൽ നിന്നൊക്കെ മോചിപ്പിക്കാനുള്ള ഒരു സാധ്യതകൾ എത്രമാത്രം ഉണ്ട്?
ഏതൊരടിമത്തത്തിനും, അത് രാസലഹരിയുടെ അടിമത്തമായാലും അല്ലെങ്കിൽ മദ്യത്തിനുള്ള അടിമത്തമായാലും ഒരു പെരുമാറ്റത്തിനുള്ള അടിമത്തമായാലും നേരത്തെ തിരിച്ചറിയുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നേരത്തെ തിരിച്ചറിയുന്നത് പോലെ തന്നെ പ്രധാനമാണ് പ്രതിരോധം. ആരും ഇതിന് അടിമപ്പെടാതിരിക്കുക എന്നുള്ളത്. ഒരു കുട്ടി മൊബൈൽ ഫോൺ വഴിയുള്ള ഗെയിമിങ്ങോ അല്ലെങ്കിൽ അതുപോലുള്ള ചാറ്റിങ്ങോ അല്ലെങ്കിൽ അതുപോലുള്ള റീല് കാണലോ അതുപോലുള്ള പലതരത്തിലുള്ള സ്ക്രീനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അടിമത്തങ്ങളിലേക്ക് പോകാതിരിക്കണമെങ്കിൽ വീട്ടിൽ ഒരു ഡിജിറ്റൽ സംസ്കാരം വേണം, ഒരു ഓൺലൈൻ സംസ്കാരം വേണം. അതെല്ലാവരും അനുവർത്തിക്കേണ്ടതാണ്, എല്ലാവരും പറയേണ്ടതാണ്. നോക്കൂ, ഞാൻ രസത്തിനായിട്ട് ഈ മൊബൈൽ ഉപയോഗിക്കുന്ന എത്ര സമയം മാത്രമേ ഉള്ളൂ. എൻ്റെ പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളെ മാറ്റി നിർത്തിയിട്ട് ഞാനിത് ഉപയോഗിക്കില്ല. ആശയവിനിമയം, വീട്ടിലുള്ള ആശയവിനിമയം കുറയുന്ന രീതിയിൽ ഇത് ഉപയോഗിക്കില്ല. ആളുകളോട് മിണ്ടാനും പറയാനും കേൾക്കാനും ഒക്കെയുള്ള സമയത്തെ മുക്കിക്കളഞ്ഞുകൊണ്ട് ഇത് ചെയ്യില്ല. ഇങ്ങനെയുള്ള തരത്തിലുള്ള കുറേ നിയമങ്ങൾ വീടുകളിൽ തന്നെ വേണ്ടി വരും. അത് പാലിക്കുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ വേണ്ടി വരും. ഇപ്പം 1 മണിക്കൂർ കളിക്കാനായി മൊബൈൽ ഉപയോഗിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് മാതാപിതാക്കൾ അല്ലെങ്കിൽ വീട്ടിലെ മുതിർന്നവർ അത് മോണിറ്റർ ചെയ്യേണ്ടി വരും. എന്നാലേ അതൊരു സംസ്കാരമായിട്ട് വളരുള്ളൂ. അപ്പോൾ ആ ഒരു പ്രതിരോധ പ്രവർത്തനം, അതായത് ഒരു കുട്ടിയും ഈ നിശ്ചിത സമയത്തിനപ്പുറത്തേക്ക് ഇത് ഉപയോഗിക്കുന്നില്ല എന്ന് ശ്രദ്ധിക്കാനുള്ളൊരു ജാഗ്രത ഉണ്ടാവേണ്ടി വരും. അതെ, പ്രതിരോധം വേണ്ടി വരും. ഇനിയിപ്പോൾ ഉപയോഗിച്ചു എന്ന് വയ്ക്കുക, കുട്ടി ഉപയോഗിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് നിയന്ത്രണങ്ങൾ വേണ്ടി വരും. നിയന്ത്രണങ്ങൾ എന്ന് പറയുമ്പം ഒരു കുട്ടി അമിതമായിട്ട് സ്ക്രീൻ ഉപയോഗിക്കുന്നത് കാണുമ്പം ഒരു ശരാശരി രക്ഷകർത്താവ് ചെയ്യുന്ന തന്ത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങും. സത്യത്തിൽ അതല്ല ചെയ്യേണ്ടത്. അവനെ ഈ 1 മണിക്കൂർ ആ നിയന്ത്രണത്തോടെ വിവേകപൂർവ്വം ഉപയോഗിക്കുക എന്നുള്ള സംസ്കാരത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടുള്ള ചില തന്ത്രങ്ങളാണ് ചെയ്യേണ്ടത്. അതിനു വേണ്ടിയിട്ട് കുട്ടി അത് ഓർമ്മിപ്പിക്കത്തക്ക രീതിയിലുള്ള ചില ശിക്ഷണ നടപടികൾ വേണ്ടി വരും. നീ ഒരാഴ്ചത്തേക്ക് ഇനി മൊബൈൽ ഉപയോഗിക്കുന്നില്ല, നീ നിൻ്റെ നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്, അത് ഓർക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഒരാഴ്ചത്തേക്ക് ആ മൊബൈൽ ഉപയോഗിക്കുന്ന അത് തന്നെ ഒരു ഓർമ്മപ്പെടുത്തലായിരിക്കാം. ശാശ്വതമായിട്ടിത് പിടിച്ചു വാങ്ങുകയല്ല ഞാൻ ചെയ്യുന്നത്, നിനക്കിത് ഓർമ്മപ്പെടുത്തണം, ഇത്ര മണിക്കൂറേ നിനക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുപോലുള്ള ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ പ്രധാനമാണ് പ്രതിരോധ പ്രവർത്തനത്തിൽ കുട്ടികൾക്ക് അവർക്ക് താല്പര്യമുള്ള നല്ല മറ്റ് അനുഭവങ്ങളിലേക്ക് കൂടി അവരെ പ്രേരിപ്പിക്കുക എന്നുള്ളത്. നീ എല്ലാ സമയവും മൊബൈലല്ല കളിക്കണം, അതിന് ഞങ്ങൾ 1 മണിക്കൂർ തന്നിട്ടുണ്ട്, പക്ഷെ നീ കുറച്ച് നേരം പുറത്തു പോയി കളിക്കണം. നിനക്ക് നല്ല അഭിരുചിയുണ്ട് പാട്ട് പാടാൻ, 1/2 മണിക്കൂർ നീ പാട്ട് പഠിക്കണം. നിനക്ക് നല്ല അഭിരുചിയുണ്ട് വരയ്ക്കാൻ. അപ്പോൾ ആ തരത്തിലുള്ള അഭിരുചികളെ പരിപോഷിപ്പിച്ചിട്ട് ബദൽ ആക്ടിവിറ്റീസിലേക്ക് കൂടി കുട്ടിയെ പ്രേരിപ്പിക്കേണ്ടതുണ്ട്. അത് വളരെ പ്രധാനമാണ്. അപ്പോൾ ആ തരത്തിലുള്ളൊരു സംസ്കാരം വേണ്ടി വരും. ഇനി എപ്പോഴാണ് ഒരു കുട്ടി അടിമപ്പെടുന്നത് എന്ന് നമ്മൾ വേഗം തിരിച്ചറിയണം. വളരെ രഹസ്യമായിട്ട് മുറിയിലിരിക്കാൻ തുടങ്ങുന്നു, ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ മൊബൈലുമായിട്ട് പോകുന്നു, പുറത്തേക്ക് ഇറങ്ങി വരാനായിട്ട് മണിക്കൂറുകൾ തന്നെ എടുക്കുന്നു. നീ ഇതിൽ മൊബൈൽ കളിക്കുകയാണെന്ന് ചോദിക്കുമ്പോൾ അവൻ ദേഷ്യപ്പെടുന്നു. പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിന് ന്യായങ്ങൾ പറയുന്നു. അത് തടയാൻ ശ്രമിക്കുമ്പോൾ വയലൻ്റ് ആകുന്നു. ഇതെല്ലാം ഈ ഗെയിമിങ്ങിന് അടിമപ്പെട്ടതിൻ്റെ സൂചനകൾ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇടപെടേണ്ടി വരും. ആ തരത്തിൽ സന്ദർഭങ്ങളിൽ ഒരു പ്രൊഫഷണലുമായിട്ട് ചർച്ച ചെയ്തിട്ട് അതിനു വേണ്ടിയിട്ടുള്ള പ്രതിവിധികൾ ചെയ്യേണ്ടിയും വരും. ഡോക്ടർ, ഇപ്പോൾ ഈ കുട്ടികളിൽ എത്രമാത്രം ഈ ആത്മഹത്യകൾ വർദ്ധിക്കുന്നുണ്ട്? അടുത്ത കാലത്ത് ഈ സർക്കാർ തന്നെ പുറത്തുവിടുന്ന കണക്കുകളിൽ ഓൺലൈനുമായി ബന്ധപ്പെട്ട് ആത്മഹത്യകൾ നിരവധി നടന്നതായി തന്നെ പറയുന്നുണ്ട്. അത്തരത്തിൽ വർദ്ധിക്കുന്നുണ്ടോ കുട്ടികളെ സംബന്ധിച്ച്? 15 വയസ്സ് വരെയുള്ള ആളുകളുടെ കണക്കുകൾ എടുത്ത് നോക്കുമ്പോൾ കുട്ടികളുടെ ആത്മഹത്യയുടെ കണക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പം 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ഒരു 300ഓളം പേര് ഓരോ വർഷവും ആത്മഹത്യ ചെയ്യുന്നതായിട്ടാണ് കണക്കുകൾ കാണുന്നത്. എന്നാൽ ആത്മഹത്യയുടെ പെരുമാറ്റങ്ങളും ആത്മഹത്യയുടെ ഭീഷണികളും കൂടി വരുന്നുണ്ട്. ഈ തരം സാഹചര്യങ്ങളിൽ ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് ഏറ്റവും അനിവാര്യമായിട്ട് വേണ്ടിയിട്ടുള്ള ഒരു വൈഭവം ഫ്രസ്ട്രേഷൻ ടോളറൻസ് ആണ്. ഒരു നൈരാശ്യം വന്നു കഴിഞ്ഞാൽ അതിനെ പക്വമായി കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു അവസരത്തിൽ എനിക്കത് കിട്ടിയില്ല, എൻ്റെ അവസരം വരുമ്പോൾ അത് കിട്ടും എന്നുള്ള രീതിയിൽ മനസ്സിനെ ശാന്തമാക്കി വയ്ക്കുക എന്നുള്ളതാണ്. മൊബൈൽ ഫോൺ ഉടനെ വാങ്ങിയ ഉടനെ തന്നെ എൻ്റെ ഇന്നത്തെ ദിവസം പോയി, എൻ്റെ ജീവിതം തന്നെ പോയി എന്നുള്ള രീതിയിൽ ആ ഒരു ഇച്ഛാഭംഗത്തിനെ
ഒരു ആത്മഹത്യയിലൂടെ അല്ലെങ്കിൽ ആത്മഹത്യാ ഭീഷണിയിലൂടെ കൈകാര്യം ചെയ്യുക എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ ഫ്രസ്ട്രേഷൻ ടോളറൻസ് തീരെ കുറഞ്ഞു. പല കുട്ടികളുടെയും ഈ നൈരാശ്യത്തെയോ അല്ലെങ്കിൽ ഇച്ഛാഭംഗത്തെയോ ഒക്കെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് കുറഞ്ഞു വന്നിട്ടുണ്ട്. അതിന് ഒരു പരിധിവരെ രക്ഷകർത്താക്കൾ തന്നെയാണ് ഉത്തരവാദികൾ. കാരണം ഒരു കുട്ടി വളരെയധികം വാശി പിടിക്കുമ്പോൾ രക്ഷകർത്താക്കൾ എന്താ ചെയ്യുക? സീൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ വാശിക്കങ്ങ് കീഴടങ്ങും. വല്ലപ്പോഴൊക്കെ നോന്ന് പറയണതും സ്നേഹം തന്നെയാണ്. കാരണം നോന്ന് പറയുമ്പം ഇതിപ്പോൾ ശരിയാവില്ല, അതിന് ഇന്ന കാരണമുണ്ടെന്ന് കൂടെ പറയണം. നോ ബ്ലൈൻഡായിട്ട് പറയേണ്ടതല്ല. എന്തുകൊണ്ട് ഞാൻ ഇതിന് നോ പറയുന്നു, ഇതിപ്പോൾ നിനക്ക് നിഷേധിക്കുന്നു, അതിൻ്റെ കാരണങ്ങൾ ഇതൊക്കെയാണ്, അത് നിൻ്റെ തന്നെ മാനസിക വളർച്ചയ്ക്കും നല്ലതിനു വേണ്ടിയാണെന്ന് ബോധ്യപ്പെടുത്തി നോ പറയുന്നത് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ ആഗ്രഹം അത് ആവശ്യമില്ലാത്ത ആഗ്രഹമായിരിക്കാം, അതിനെ അല്പം നീട്ടിവെക്കാം. ഇനിയിപ്പോൾ ആവശ്യമുള്ള ആഗ്രഹമാണെങ്കിൽ പോലും ചില സന്ദർഭങ്ങളിൽ മാതാപിതാക്കളുടെ ധനസ്ഥിതിയൊക്കെ വെച്ചിട്ട് അതിനെ നീട്ടിവെക്കേണ്ടി വരും. അപ്പോൾ ആ നീട്ടിവെക്കാൻ പഠിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിൽ മുന്നോട്ടുള്ള ഗതിയിൽ അതൊരു വലിയ പാഠമാണ്. ആ പാഠം ഇല്ലാതെ വരുമ്പം ഗെയിമിംഗ് നിഷേധിക്കുന്നു, മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങുന്നു, മൊബൈൽ ഫോൺ ആൻഡ്രോയിഡ് ഫോൺ വാങ്ങിത്തരുന്നില്ല, ഐഫോൺ വാങ്ങിത്തരുന്നില്ല, ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ വലിയ വലിയ ഇരുട്ട് വരുത്തി എന്നുള്ള രീതിയിൽ ഒരു കുട്ടി ചിന്തിക്കുകയും അതിനോടുള്ള പ്രതിഷേധമായിട്ട് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയോ അല്ലെങ്കിൽ വീട്ടിൽ അക്രമ പ്രവർത്തനങ്ങൾ കാണിക്കുകയോ ഒക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ വേരുകൾ വളർത്തലിലേക്ക് അല്ലെങ്കിൽ പേരൻറ്റിങ്ങിലേക്ക് കൂടെ നീളുന്നതാണ്. അപ്പോൾ പേരൻസും അതിൽ ഞാൻ ഈ കുട്ടിയെ വളർത്തുന്നതിൽ അത് ശരിയാണോ എന്നുള്ളത് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ആത്മവിമർശനം വേണ്ടി വരും. ഇന്റർനെറ്റിന്റെ ചതിക്കുഴികൾ എന്തെല്ലാമാണ് എന്നും അതിലേക്ക് കുട്ടികൾ എങ്ങനെ അടിമപ്പെട്ടു പോകുന്നുവെന്നും ഇതിൽ നിന്ന് ഈ കുട്ടികളെ ഈ ഇത്തരത്തിൽ ഇന്റർനെറ്റിനെല്ലാം അടിമപ്പെടുന്ന സാഹചര്യത്തിൽ നിന്ന് ഒഴിവാക്കാൻ അല്ലെങ്കിൽ അത്തരം സാഹചര്യത്തിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ രക്ഷാകർത്താക്കൾക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നെല്ലാം തന്നെയാണ് ഡോക്ടർ സി ജെ ജോൺ അദ്ദേഹം കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു സാഹചര്യത്തിലേക്ക് കുട്ടികൾ വന്നുപോയാൽ അതും പൂർണ്ണമായും തന്നെ മാറ്റിയെടുക്കാൻ കഴിയുന്ന വിധത്തിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ അല്ലെങ്കിൽ വലിയ തോതിൽ ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങിയെല്ലാമുള്ള നീക്കങ്ങളിൽ നിന്ന് മാറിക്കൊണ്ട് അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ഈ ഒരു ഇന്റർനെറ്റ് അടിമത്തത്തിൽ നിന്ന് മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് കൂടി പറയുകയാണ് ഡോക്ടർ സി ജെ ജോൺ. വളരെ കൃത്യമായി കുട്ടികളുടെ മാനസിക ആരോഗ്യം, പ്രത്യേകിച്ച് ഈ ഓൺലൈൻ തട്ടിപ്പുകൾ, ഓൺലൈൻ അടിമപ്പെടുന്ന സാഹചര്യം, അതിനെക്കുറിച്ചെല്ലാം വിശദമായി തന്നെ നമ്മളോട് സംസാരിച്ച ഡോക്ടർ സി ജെ ജോൺ സാറിന് ഒരിക്കൽ കൂടി നന്ദി.